ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാന വഹവാത്തുഹ, കാനയും കാനയുടെ സഹോദരിമാരും എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. കാന, സ്വാറ, ലൈസ, അസ്ബഹ, അംസ, അൽഹ, ലൊല്ല, ബാത്ത. ഇതൊക്കെയാണ് കാനയും കാനയുടെ സഹോദരിമാരും എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും ഇതിപ്പോൾ എന്താ അത്ര പറയാനുള്ളത്, ഇതിനിപ്പോൾ എന്താ അത്ര പ്രത്യേകത എന്ന്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ഗ്രാമർ, ഒരു അറബിക്കിൽ വരുന്ന ഒരു ഗ്രാമർ സെക്ഷനാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ കാന ഇതിലേതെങ്കിലും ഒരു വേർഡ് നമ്മളെ ഒരു സെൻറ്റൻസിൻ്റെ മുന്നിൽ വന്നാൽ അപ്പോൾ അതിൻ്റെ ശേഷമുള്ള വേർഡ്സിന് എന്താണ് മാറ്റം വരുന്നത് എന്താണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കാന, ഇപ്പോൾ ഒരു വേർഡ് ഉണ്ട്, രണ്ട് വേർഡ്, ഒരു സെൻറ്റൻസ് ഉണ്ട്, ഒരു ഇസ്മും ഒരു ഹബറും ഉള്ള ഒരു സെൻറ്റൻസ് ഉണ്ട്. അതിൻ്റെ മുന്നിൽ കാന വന്നാൽ അതിൻ്റെ ഫസ്റ്റുള്ള ഇസ്മിന് നമ്മൾ റഫ് ചെയ്യും. റഫ് എന്ന് പറഞ്ഞാൽ ഫത്തഹ് അല്ല ലമ്മ് കൊടുക്കും. റഫ് എന്ന് പറഞ്ഞാൽ ലമ്മ് കൊടുക്കും. ഓക്കെ, പിന്നെ അതിന് ശേഷമുള്ള ഹബർ വിശേഷണം വരുന്നില്ലേ, അതിന് നമ്മൾ നസബ് ചെയ്യും. നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്തഹ് കൊടുക്കും. അതാണ് അതിൻ്റെ റൂള്. അങ്ങനെയാണ് അത് എഴുതാൻ പാടുള്ളൂ കാനയും കാനയുടെ സഹോദരിമാരും വന്നാൽ. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ വൈസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. അൽ വലതു നാഇമുൻ എന്നതാണ് എക്സാമ്പിൾ. ഓക്കെ, അതിൻ്റെ മുന്നിൽ കാന അല്ലെങ്കിൽ അതിൻ്റെ സഹോദരിമാർ വന്നാൽ ഉണ്ടാവുന്ന ചേഞ്ച് നോക്കാം. കാന വന്നാൽ കാനൽ വലതു നാഇമൻ എന്നായി. കാരണം ഇസ്മാണ്. കാനയ്ക്ക് ശേഷമുള്ളത് വലതു എന്ന് പറഞ്ഞാൽ ഇസ്മാണ്. അതിന് നമ്മൾ റഫ് ചെയ്യും. റഫ് എന്ന് പറഞ്ഞാൽ ലമ്മ് ചെയ്യും. പിന്നെ നാഇമൻ എന്നുള്ളത് ഹബറാണ്. ഹബറിന് നമ്മൾ നസ്ബ് ചെയ്യും. നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്തഹ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അവിടെ വരുന്നത്. ഇനി രണ്ടാമത്തത് അൽ ബൈത്തു ജമീലൻ, ജമീലുൻ ആവട്ടോ. അതിന് നമ്മൾ കാന ചേർത്ത് കൊടുത്താൽ കാനൽ ബൈത്തു ജമീലൻ എന്നായി വരും. ഓക്കെ, അപ്പോൾ അവിടെയും കാന വന്നാൽ ഇസ്മിന് റഫ് കൊടുത്ത് ഹബറിന് നസ്ബ് കൊടുത്ത്. ഓക്കെ, അടുത്ത എക്സാമ്പിളാണ് അത്വാലിബു മുജ്തഹിദുൻ. മുജ്തഹിദുൻ എന്നാണ്, മുജ്തഹിദൻ എന്നല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ കാനയുടെ ഒരു സഹോദരിയായ അസ്ബഹ എന്ന് വന്നാൽ അസ്ബഹ ത്വാലിബു മുജ്തഹിദൻ എന്നായി മാറും. ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് അൽ കദിബു മക്ബൂലുൻ. അതിൻ്റെ കൂടെ ലൈസ വന്നാൽ, ഇപ്പോൾ അതിൽ ഒരു സഹോദരിയാണ് ലൈസ. ലൈസ എന്ന് വന്നാൽ എന്ത് ചെയ്യും? ലൈസൽ കദിബു മക്ബൂലൻ. ഓക്കെ, ഇസ്മിന് റഫും ഹബറിന് നസബും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ വേണ്ടത് കാനയും കാനയുടെ സഹോദരിമാരും ഏതൊക്കെയാണെന്ന് കാണാതെ നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കാനയ്ക്ക് ശേഷം വരുന്ന സെൻറ്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കറക്റ്റ് അതിൻ്റെ ഹർക്കത്ത് ഇടാൻ പറ്റും. ഓക്കെ, താങ്ക് യു.